ഹായ് മക്കളെ, ഇന്ന് നമ്മുടെ റൂമിൽ നിന്ന് ഒരു ബായ് നാട്ടിലേക്ക് ലീവിന് പോവാണ്. അപ്പോൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യണം നമ്മളെല്ലാവരോട് ചേർന്നിട്ട്. പോകുന്നതിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ കിട്ടുന്ന സാലറിയിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ച് വാങ്ങി കൂട്ടിയതാണ് ഈ കാണുന്നതൊക്കെയും. ഇതിലേറ്റവും വിഷമമുള്ള സംഗതി എന്താണെന്നറിയാം? ഇത്രയൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് വാങ്ങിക്കൂട്ടി കെട്ടി തൂക്കുമ്പോൾ 1 കിലോ 1.5 കിലോ 2 കിലോ തൂക്കം കൂടുതലാകുമ്പോൾ ഇതിന് എന്ത് സാധനം മാറ്റാം, എന്ത് സാധനം ഒഴിവാക്കുക എന്ന് ആലോചിക്കുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ. കാരണം നമ്മൾ ഇതെല്ലാം അത്ര ആഗ്രഹത്തോടെ വാങ്ങിയതാണ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൊണ്ടുപോകാൻ പറ്റുന്നില്ലല്ലോ എന്നും ആലോചിക്കുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ. അതൊരു ചെറിയ വിഷമമല്ല. ഇനി ഇതെല്ലാം വാരി കെട്ടിപ്പറക്കി നാട്ടിൽ കൊണ്ട് കൊടുക്കുമ്പോൾ ഇതേ ഉള്ളോ ഇത്രയും നാൾ അവിടെ നിന്നിട്ട് ഇതാണോ നീ ഉണ്ടാക്കിയത് എന്നൊരു കമന്റ്. ചെന്ന് കഴിഞ്ഞാൽ ഉടനെ ഇനി എന്നാ തിരിച്ചു പോകുന്ന എന്നൊരു വേറൊരു കമന്റ്. ഇതെല്ലാം കൊണ്ട് കൊടുത്താലും കുറ്റം, കൊണ്ട് കൊടുത്തില്ലെങ്കിലും കുറ്റം. നീ അവർക്ക് അത്രയും കൊടുത്തു, ഞങ്ങൾക്ക് ഇത്രേ തന്നുള്ളൂ. നീ അവർക്ക് അത് കൊടുത്തല്ലോ, ഞങ്ങൾക്ക് ഇത് തന്നില്ലല്ലോ. 2 വർഷം ഇവിടെ ജോലി ചെയ്തിട്ട് 1 മാസത്തെ ലീവിന് നാട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ ടിക്കറ്റിന് നമുക്ക് വേണ്ട സാധനങ്ങൾക്കും വീണ്ടും കടം വാങ്ങേണ്ട ഒരു അവസ്ഥയാണ് നമ്മുടെ. ഈ വാങ്ങിക്കൂട്ടി സാധനത്തിന്റെ പൈസ മതി നമുക്ക് നാട്ടിൽ പോയിട്ട് അടിച്ചു പൊളിച്ച് തിരിച്ചു ഒരു കടവില്ലാതെ കയറി വരാൻ വേണ്ടിയിട്ട്. ഏതവൻ ഉണ്ടാക്കി വെച്ച റൂൾസ് ആണെന്ന് അറിയത്തില്ല. നാട്ടിലേക്ക് പോകുമ്പോൾ ഒരു പെട്ടി സാധനം കൊണ്ടുപോകണമെന്നുള്ളത്. പെട്ടിയിലെ സാധനങ്ങളും അക്കൗണ്ടിലെ കാശും തീരുന്നവരേ ഉള്ളൂ ഗൾഫുകാരെന്നുള്ള വില. അത് കഴിഞ്ഞാൽ പിന്നെ നീ പോകുന്നില്ലേ, നീ തിരിച്ചു കയറുന്നില്ലേ, നീ മടങ്ങി പോകുന്നില്ലേ? വാട്ട് ബ്രോ, ഇറ്റ്സ് വെരി റോങ് ബ്രോ.